ചൈനീസ് ഡ്രാമ കണ്ട് അണ്ടർ വാട്ടർ അക്വേറിയം അണ്ടർ വാട്ടർ ടണലൊക്കെ ഈ ഭയങ്കര കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. മീൻസ് അതിൽ വീഡിയോയിലൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ട്രിവാൻഡ്രത്ത് നമ്മുടെ ലുലുവിൻ്റെ അടുത്തായിട്ട് മറൈൻ മിറക്കിൾ അണ്ടർ വാട്ടർ അക്വ ടണൽ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ അണ്ടർ വാട്ടറിലുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷനിൽ ഞാൻ പോയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ച സമയത്താണ് പോയത്. ഒരു 2 മണി 2-2:15 ആ റേഞ്ചിൽ ഞാൻ അവിടെ എത്തുന്ന കണക്കിന് പോയി. ടിക്കറ്റ് ചാർജ് അഡൽറ്റിൻ്റെ 120 റുപ്പിയാണ് GST ഒക്കെ ചേർത്തിട്ട്. നമ്മൾ ആദ്യം ചെല്ലുമ്പോഴത്തേക്കും നോർമലായിട്ടുള്ള അക്വേറിയമാണ്. സൈഡിൽ നമ്മൾ നോർമലി പോകുമ്പോഴത്തേക്ക് ഒരു അക്വേറിയം കാണത്തില്ല, അതുപോലെ അണ്ടർ വാട്ടർ എക്സ്പോ പോലെ അല്ലായിരുന്നു ഫീലിംഗ്. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ടിൽ കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. ബട്ട് ഇത് നമ്മുടെ കണ്ണിൽ കാണുമ്പോഴത്തേക്കും അല്ലാണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അത്രയും ആ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണുന്ന ഒരു ഭംഗി എനിക്ക് സ്വയം പോലും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു മീനൊക്കെ ഞാൻ മുമ്പ് പല ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് മീനിനെ കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്. പലപ്പോഴായിട്ട് ഞാൻ ഈ ഫിഷ് ഫെസ്റ്റ് ഇങ്ങനെയുള്ള അക്വാ ഫെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് പോയിട്ട് ഒരുപാട് മീൻ കാണലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഒത്തിരി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉച്ച ടൈമാണ് നല്ലത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അല്ല നിങ്ങൾക്ക് ഒരു ഫെസ്റ്റിൻ്റെ വൈബ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈം പോകുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും കുറേ സ്റ്റോർസും കാര്യങ്ങളും തുറന്നിട്ടില്ലായിരുന്നു ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതാണ് അണ്ടർ വാട്ടർ അക്വാ ടണൽ. നമ്മുടെ നോർമൽ ഒരു ടണൽ ഷേപ്പിൽ വരുന്ന അക്വേറിയം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ മറൈൻ മിറക്കിൾസ് അങ്ങനെയൊന്നും കുട്ടികൾക്ക് നല്ല കൗതുകമായിട്ട് ഫീൽ ചെയ്യും. അല്ലാണ്ട് ഒരു അഡൽട്ട് ഏജിലുള്ളവർക്ക് ഇതൊരു ഭയങ്കര മിറക്കിളായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. എസ്പെഷ്യലി നമ്മൾ പുറം രാജ്യങ്ങളിലെ വീഡിയോസ് ഒത്തിരി കാണുന്നുണ്ടെങ്കിൽ. കാരണം അതിലെ വിഷ്വൽസ് കുറച്ചുകൂടെ നമുക്ക് കറണ്ട് പോയി ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ആ ടണലൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടണൽ കാണുമ്പോഴത്തേക്കും വലിയ ഒരു എക്സ്ട്രാ ഫാക്ടറൊന്നും തോന്നത്തില്ല. അപ്പോൾ ഞാൻ തറയെ വെച്ചിട്ട് എടുത്തപ്പോഴത്തേക്കുള്ള വിഷ്വൽസ് ഇതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നോർമലി സൈഡിൽ എടുത്തു പോയതാണ്. തറയിലുള്ളത് ഞാൻ അതിങ്ങനെ അണ്ടർ വാട്ടർക്ക് നമ്മൾ നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നോർമലി കാണുന്ന മീനുകളൊക്കെയാണ്. നോർമലി നമ്മളെ വീട്ടിൽ കാണുന്നൊന്നുമില്ല, അല്ലാണ്ട് നമ്മൾ നോർമലി ഫെസ്റ്റിനൊക്കെ കാണുന്ന ടൈപ്പ് മീനൊക്കെ തന്നെയാണ് കേട്ടോ. വളരെ സാധാരണമായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ എനിക്ക് വീഡിയോയിൽ അത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഭംഗി വന്നുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തു. അല്ലാണ്ട് ഇതിൽ വേറെ കൗതുകമായിട്ടൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള മീനൊക്കെ കണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കഴിയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തീരുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ നോക്കുമ്പോഴത്തേക്കും എന്ത് കണ്ടു, ഷോപ്പുകൾ അടച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഉച്ച സമയത്ത് പോയതിൻ്റെ ദോഷം അതാണ്. നമുക്ക് ഒത്തിരി ഷോപ്സ് ക്ലോസ്ഡ് ആയിട്ട് കണ്ടു. ഇനി മഴ ആയിരുന്നത് കൊണ്ടാണോന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒത്തിരി ഷോപ്സ് ചുമ്മാ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ഫെസ്റ്റിൻ്റെ വൈബ് എൻജോയ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് ആ ഒരു ഫുൾ ഓൺ വൈബ് ഇങ്ങനെ കിട്ടത്തില്ല. പിന്നെ ഞാൻ സാധനം കണ്ടത് ഇവിടെ ആയിരുന്നു, ഈ ഫർണിച്ചറിൻ്റെ അവിടെ നല്ല ഭംഗിയുള്ള ഫർണിച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇവിടെ പോയി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മിറർ കണ്ട സ്ഥിതിക്ക് ഒരു സെൽഫി വീഡിയോ കൂടെ എടുക്കാമെന്ന് ചോദിച്ചു. ഭയങ്കര ക്ലാരിറ്റി ഒന്നുമില്ല, മിററിൽ അത്ര ക്ലീൻ അല്ലായിരുന്നു. ഇങ്ങനെ ആൾക്കാരൊക്കെ തൊട്ടിട്ടൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫിംഗർ പ്രിൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എഗെയിൻ ക്ലോസ്ഡ് ആണെന്ന് ഒന്ന് പിന്നെ അടുത്ത് പിന്നെ ക്ലോസ്ഡ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും എന്ത് കണ്ടു എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു എനർജി കിട്ടത്തില്ല, എനർജി ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനെ കുറേ ക്ലോസ്ഡ് ഇടയ്ക്കുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരു ചീപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ പാർട്ടീഷൻ എടുക്കാൻ ഈസി ആയിട്ടുള്ള ടൈപ്പ് ചീപ്പില്ല, അപ്പോൾ അത് 20 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഫാൻസി നമ്മുടെ നോർമൽ പൂരപ്പറമ്പിൽ കിട്ടുന്ന ഐറ്റംസ് അല്ലാണ്ട് അതും പിന്നെ ഈ കിച്ചൺ യൂട്ടൻസിൽസ് ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പർ സൈഡിൽ. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇവിടെ നോവൽസൊക്കെ കിട്ടും. ഇപ്പോൾ എനിക്കിനി വീണ്ടും ഒന്ന് വായനാശീലം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. ഇങ്ങനെ മനസ്സിന് പഠിപ്പിച്ച് വരുവാണ് ഇനി വായിക്കണമെന്നൊക്കെ. ദെൻ എന്തോ ഇങ്ങനെ നമ്മുടെ ദേഹവേദനയ്ക്കുള്ളൊക്കെ എന്തോ ഓയിൽസ്, പിന്നെ ഈ കോഴിക്കോടൻ ഹലുവ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തില്ലെന്നും, കാരണം നമ്മൾ ഷുഗർ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൺട്രോളിലല്ല, ശ്രമിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ജ്വല്ലറി ഐറ്റംസ് ഇവിടെ നല്ല ഇയറിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ഇയറിങ്സ് ഉണ്ടായിരുന്നു ഈ ഷോപ്പിൻ്റെ അകത്ത്. ഞാനത് നോക്കുന്നുണ്ടായിരുന്നു. ഓരോന്നും ഞാൻ നോക്കിയിട്ടുള്ള ഷോപ്പ് ഇതാണ്. കാരണം അത്രയ്ക്ക് വെറൈറ്റി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലായിടവും കിട്ടുന്ന ടൈപ്പ് അല്ലാണ്ടുള്ള വെറൈറ്റിയിൽ. ദെൻ ഇതുപോലെ പൊട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്താ ലൈറ്റിൻ്റെ പ്രശ്നം. ദെൻ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ്, ബണ്ണ്, ഹെയർ അക്സസറീസ് ആയിരുന്നു കൂടുതൽ. ഞാൻ ഈ ക്ലിപ്പ് നോക്കി നടക്കുമായിരുന്നു. ക്ലച്ച് ക്ലിപ്പില്ലേ, അത് നല്ല ബലമുള്ള ടൈപ്പ്. നമ്മൾ ഈ എനിക്ക് കുറേ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് പാകത്തിലുള്ള ഒരൊറ്റ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളൂ.
ചിലതിങ്ങനെ നമ്മൾ വച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അയഞ്ഞ് വരും, അല്ലെങ്കിൽ അതിൽ ആ ക്ലച്ച് ഇങ്ങനെ ഇറുകിയിരിക്കത്തില്ല, അല്ലെങ്കിൽ ക്ലച്ച് ഇങ്ങനെ പൊട്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് പാകത്തിന് ക്ലച്ച് ക്ലിപ്പ് നോക്കി നടക്കുവാണ്. ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കുറേ നാളായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഒരെണ്ണം വെച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കയ്യിൽ കുറേ ക്ലിപ്പുണ്ട്, പക്ഷേ യൂസ്ഫുൾ കുറച്ചേ ഉള്ളൂ. അങ്ങനത്തെ ടൈപ്പ്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആ സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലിപ്പ് നോക്കുന്നുണ്ടായിരുന്നു. ഒരിടത്തൊന്നും കിട്ടിയില്ല ഈ വട്ടം എന്തായാലും. അപ്പോൾ പിന്നെ കുത്താപ്പുള്ളി നെയ്ത്തുകട, അവിടെ സാരിയും ഉണ്ട്, എന്തൊക്കെയുണ്ടായിരുന്നു. ഞാൻ കയറി നോക്കിയിട്ടില്ല, കാരണം എനിക്കത് വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങൾ, പേന പല രൂപത്തിലും ഭാവത്തിലും. ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് ഇത് പേനയാണോ എന്നൊരു അന്തം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് അംബ്രല്ല. ഇത് ഞാൻ പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞിൽ. പിന്നെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പേന തന്നെയാണോ എന്ന് തന്നെ ഡൗട്ടും തോന്നി. പക്ഷേ കണ്ടോ, ഇത് എവിടെയാണ് റീഫിലിരിക്കുന്നത്, ഇതിൽ എവിടെ പേന എന്നൊക്കെ എനിക്ക് ഡൗട്ടായി. പിന്നെ ക്യാരറ്റൊക്കെ നമ്മൾ നോർമൽ കണ്ടിട്ടുണ്ട്. ഇതിലെനിക്ക് എങ്ങനെയാണ് പേന വർക്ക് ചെയ്യുന്നതൊക്കെ ഡൗട്ടായി. ദെൻ ഇങ്ങനെയുള്ള കുഞ്ഞ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള. ദെൻ കുട്ടികൾക്കുള്ള നമ്മൾ കുഞ്ഞിലെ കഴിച്ചിട്ടുള്ള മിഠായികളില്ല. അപ്പോൾ ഇതിൽ ജോക്കർ കോയിൻ മിഠായി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജോക്കർ എനിക്ക് ഇഷ്ടമുണ്ട്. പണ്ട് 25 വയസ്സായിരുന്നു ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക്. വീട്ടുകാർ കാണാണ്ട് രഹസ്യമായിട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് അന്നേരം. പിന്നെ പുളിമിഠായി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒറ്റയ്ക്ക് കഴിച്ചിട്ട് എന്തെങ്കിലും വയ്യാണ്ടെങ്ങാനും ആയാലും എന്നെ വീട്ടുകാർ എത്ര വിളിക്കും. മീൻസ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ അധികം പ്രോത്സാഹനം തരാറില്ല. ഞാൻ സ്വയം പ്രോത്സാഹിപ്പിച്ച് കഴിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഈ പടിമിഠായി എനിക്കിഷ്ടമുണ്ട്, പക്ഷേ പല്ലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല. കടിച്ച് പൊട്ടിക്കണമെങ്കിൽ നല്ല ശക്തി വേണം നമ്മുടെ എല്ലിന് വേണ്ട പല്ലിന്. പിന്നെ ഇങ്ങനെയുള്ള ഈ കുട്ടികൾക്കുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്കിത്ര അറിവൊന്നുമില്ല. ഇപ്പോൾ പണ്ട് ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടുന്നല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അന്ന് എനിക്ക് കുറച്ച് അറിവുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒട്ടും അറിവില്ല. ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതിങ്ങനെ ആടുമെന്ന് നോക്കുകയാണ്. ചിലരിങ്ങനെ താരം ഇങ്ങനെ ഇരുന്ന് മൂവ് ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെ മൂവ് ചെയ്തില്ലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഭയങ്കര ലൈറ്റ് ഇഷ്യൂ അല്ലേ ഇവിടെ. കാണുന്ന ക്ലിപ്പൊക്കെ എടുത്തെടുത്ത് പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഐഡിയക്കുള്ളതാണോന്ന് പക്ഷേ കിട്ടിയിട്ടില്ല ഇവിടെ നേരിട്ട്. എന്തായാലും നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഇയറിങ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര കാഷ്വലായിട്ട് നമുക്ക് പല ഷോപ്പുകളിലും കാണുന്ന ടൈപ്പ് ഇയറിങ്സ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഒന്നുമില്ല. ദെൻ കപ്പ്, ഗ്ലാസ്. ഞാൻ അടുത്ത് പോയിട്ട് ഗ്ലാസ് കുപ്പിയാന്ന് മനസ്സിലായപ്പോൾ അവിടെ നോടി മാറി. എങ്ങാനും തട്ടി വീണാൽ ഇതിൻ്റെയൊക്കെ പൈസ ഞാൻ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം വീട്ടിലെ ഗ്ലാസ് സ്ഥിരം പൊട്ടിക്കുന്ന ഒരു പരിപാടി ഞാൻ പിന്നെ സ്റ്റീലിലോട്ട് മാറുന്നത് ഞാൻ മാത്രമായിട്ട്. കാരണം എനിക്ക് അത്ര ചെന്ന കയ്യിൽ നിന്ന് ഈ കുപ്പിയുടെ സാധനങ്ങൾ പെട്ടെന്ന് പൊട്ടലുണ്ട്. പക്ഷേ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ആ ഭംഗി കണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഭരണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാച്ച്, സൺഗ്ലാസ്, ഇതൊക്കെ വേറൊരു ഷോപ്പിലായിരുന്നു. ഇയറിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ഇത് ഒരു നോർമൽ ഷോപ്പ്. ദെൻ ഇവിടെ ആളില്ലായിരുന്നു. ഇവിടെ ആളുണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ മറന്നുപോയി നോക്കിയിട്ട്. എന്താ മോപ്പാണല്ലേ. പിന്നെ ഇത് പപ്പടമായിരുന്നു. അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ദെൻ എന്തോ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ എന്തോ. പിന്നെ ഈ കർപ്പൂരം പുകയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ എക്സോട്ടിക് പെറ്റിൻ്റെ ഷോ ആയിരുന്നു. ഒരു 30 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു. അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. എനിക്ക് അത്ര വലിയ മീൻസ് ജീവികളെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ കണ്ണ് പുച്ച. പേടിയാവും നിന്നെ കണ്ടിട്ട്. എന്തൊരു ഗൗരവം കോഴിക്ക്. ജീവികളെ പിടിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് അറിവ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പറ്റി അങ്ങനെയുള്ള കാര്യമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇവിടെ 3 സ്കൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് കോർണർ. പക്ഷേ ഇവിടെ ഭയങ്കര വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഗോബി ഫ്രൈയും കരിമ്പിൻ ജ്യൂസും വാങ്ങിച്ചു. കരിമ്പിൻ ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ കരിമ്പുണ്ടായിരുന്നു, വയലിലും അല്ലാണ്ട് പറമ്പിലും ഒക്കെ ആയിട്ട്. സോ കരിമ്പ് ഇങ്ങനെ വെറുതെ കഴിക്കുന്നതുകൊണ്ട് ആ ജ്യൂസിനോട് എനിക്ക് വലിയ കൗതുകമില്ലായിരുന്നു. പക്ഷേ വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് കരിമ്പിന് തന്നെ ഇഷ്ടമായി. കരിമ്പിൻ ജ്യൂസ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ടാറ്റ.